സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജിയുടെ ഫസ്റ്റ് വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ നമുക്ക് എനർജിയുടെ സെക്കൻഡ് വീഡിയോ കാണാം. ഇതോടുകൂടി എനർജി എന്ന പോർഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് പറഞ്ഞു. അത് എപ്പോഴും പ്രകൃതിയിൽ എന്തായിരിക്കും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരിക്കലും നശിക്കില്ല. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നോൺ റിന്യൂവബിൾ എനർജി. ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതലായിട്ട് ഈ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, അത് എക്സോസ്റ്റ് ആയി പോകും. അത് കണ്ടിന്യൂസ് ആയി തുടർച്ചയായിട്ട് റീജനറേറ്റ് ചെയ്യില്ല, പിന്നെയും ഉണ്ടാവുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിന് ഉദാഹരണം പറയാനാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഓയില്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ ഫ്യൂവൽ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ലഭ്യത കുറയും. നമുക്കറിയാമല്ലേ, കുറേ മില്യണോ വർഷങ്ങളെടുത്തിട്ടാണ് ഈ കോളും ഓയിലും പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യാത്തത്. നമ്മൾ വെഹിക്കിളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഒരു എനർജി സോഴ്സ് എന്തായി മാറും? എക്സോസ്റ്റ് ആയിട്ട് മാറും. ഇനി കുറച്ച് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് നമുക്ക് നോക്കാം. കോളാണ് അതിൽ ആദ്യമായിട്ടുള്ളത്. ഈ കോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പവർ ഹൗസുകളിൽ, ഫാക്ടറികളിൽ, ഇൻഡസ്ട്രികളിലൊക്കെയാണ് നമ്മൾ ഈ കോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ്, കൂടുതൽ ഹീറ്റ് തരും. ഈ എനർജി നമുക്ക് ഒരിക്കലും റിന്യൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി പെട്രോളിയമാണ്. പെട്രോളിയത്തിൽ എന്തൊക്കെ ഉണ്ടാവും? പെട്രോൾ ഉണ്ടാവും, ഡീസൽ ഉണ്ടാവും, മൊബൈൽ ഓയിൽ ഉണ്ടാവും, ആൻഡ് മിനറൽ ഓയിൽ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വെഹിക്കിളിലാണ്, വാഹനങ്ങളിലാണ്. അതേപോലെ ഫർണസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ചാമ്പറുകളാണ് ഫർണസുകൾ. പിന്നെ പവർ ഹൗസുകളിൽ, അവിടെയൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ടെക്നോളജി പ്രകാരം 3000 മില്യൺ ടൺ പെട്രോളിയം നമ്മൾ ഭൂമിയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1000 മില്യൺ ടൺ നമ്മൾ കടലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പെട്രോളിയത്തിൽ ഉൾപ്പെടുന്നത് പെട്രോള്, ഡീസൽ, മൊബൈൽ ഓയിലോ മിനറൽ ഓയിലോ ഒക്കെയാണ്. അത് സാധാരണ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വാഹനങ്ങൾ, ഫർണസുകൾ, പവർ ഹൗസുകൾ. ഒരു 3000 മില്യൺ ടൺ പെട്രോളിയം നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. 1000 ടൺ പെട്രോളിയം നമ്മൾ കടലിൽ നിന്നും പെട്രോളിയം എടുക്കുന്നുണ്ട്. ഇനി എൽ പി ജിൻ്റെ ഫുൾ ഫോം ആലോചിച്ച് നോക്കുക. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്ത് ചെയ്യുക? പെട്രോളിയം ഗ്യാസിനെ ലിക്വിഫൈ ആക്കുന്ന ഒരു മെത്തഡാണിത്. എന്താണിത് നോക്കാം. ദ പെട്രോളിയം ഗ്യാസ് ഒബ്റ്റെയിൻ ഡ്യൂറിങ് ക്രാക്കിംഗ് ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്യാൻ ഈസിലി കൺവേർട്ടഡ് ടു ലിക്വിഡ് അണ്ടർ ഹൈ പ്രഷർ ആസ് LPG. എന്താ LPG എന്ന് പറയുന്നത്? നമ്മൾ പെട്രോളിയത്തിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമല്ലോ. നമ്മൾ ആ ട്യൂബിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പം പെട്രോളിയം ഗ്യാസ് ഉണ്ടാവും. ആ പെട്രോളിയം ഗ്യാസിനെ ഹൈ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആക്കി മാറ്റും. അതെന്താണ്? ഒരു ലിക്വിഡാണ്, ദ്രാവകം പോലെയാണ് ഉണ്ടാവുക. അടുത്തത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ആനിമൽസ്, പ്ലാന്റുകൾ, അതൊക്കെ ഡിക്കമ്പോസിഷൻ സംഭവിച്ചിട്ടാണ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടാവുക. ഇതെന്ത് ചെയ്യും? ബറീഡ് അണ്ടർ ദ ലേക്ക് ആൻഡ് ഓഷ്യൻ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഫൗണ്ട് എബോവ് ഇൻ ഓയിൽ ആൻഡ് ഓയിൽ വെൽ. എന്താ പറയുന്നത്? നാച്ചുറൽ ഗ്യാസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡെഡ് ആനിമൽസ്, മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെഡായിട്ടുള്ള മൃഗങ്ങളും സസ്യങ്ങളും എന്ത് ചെയ്യും? നമ്മുടെ കടലുകൾക്കടിയിലോ ലേക്കിനടിയിലോ ഒക്കെ കിടന്നിട്ട് ഹൈ പ്രഷറും ടെമ്പറേച്ചറും കാരണം നാച്ചുറൽ ഗ്യാസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി കൺസർവേഷൻ ഓഫ് എനർജി. നമുക്കറിയാം എനർജിയുടെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ദ സേവിങ് ഓഫ് എനർജി ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി. നമ്മൾ എനർജീനെ സേവ് ചെയ്യുക, അത് എനർജി ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. എനർജി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ? നമ്മളെ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ
കൂടുതൽ എനർജി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എനർജീനെ സേവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിസിറ്റി ഓരോ വർഷം കൂടും തോറും ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗത കൂടുതലായിട്ട് വരിക. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ കഴിയുന്നില്ല. നാൾക്കുനാൾ അതിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന ഒരു ടേമിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. എനർജീനെ നമ്മൾ എന്ത് ചെയ്യുക? കൺസേർവ് ചെയ്യുക. അതാണത്. ഡിസംബർ 14 വേൾഡ് എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ആ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഡിസംബർ 14. ഇനി ഇലക്ട്രിക് മോട്ടർ നമുക്കറിയാം അല്ലേ, വീടുകളിലൊക്കെ നമ്മൾ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ എനർജി ഉപയോഗിക്കുന്നതാണ് അല്ലേ, ഹൈ പവർ എനർജി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക് മോട്ടോറുകൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എനർജി കൺസേർവ് ചെയ്യുമ്പോൾ നല്ല മോട്ടാറുകൾ ഉപയോഗിക്കുക. നല്ല കുറവ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന നല്ല തരം മോട്ടാറുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ അത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. അതാണ് അതിനെ പറയുന്നത്. ഇനി അടുത്ത പമ്പാണ്. ഇൻ ദ കേസ് ഓഫ് പമ്പ്, എനർജി സ്പെൻഡ് ത്രൂ ഡീസൽ എൻജിൻ ആൻഡ് ഇലക്ട്രിക് മോട്ടോർ. ഡ്യൂ ടു ദ ഡീസൽ എൻജിൻ, ദ പോപ്പുലാരിറ്റി ഓഫ് മോട്ടോർ പമ്പ് ഹാസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻകൺവീനിയൻറ്റ് ടു. By maintaining the quality diesel engine, more work can done with less expenditure of energy. മോട്ടോർ പറഞ്ഞ പോലെ തന്നെ പമ്പ് എന്ത് ചെയ്യുക? നല്ല പമ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് എനർജി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. ഇനി അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി നമ്മൾ വീടുകളിൽ കൂടുതൽ ലൈറ്റ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, അതായത് വെളിച്ചങ്ങൾ, ബൾബുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ടോട്ടൽ ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 17.4% നമ്മൾ ബൾബുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റുകൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ എനർജീനെ കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യാമെന്ന് നോക്കാം. ലൈറ്റൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത അപ്ലയൻസൊക്കെ എന്ത് ചെയ്യുക? അത് ഓഫാക്കി വയ്ക്കുക. ഫാനുകൾ, ലൈറ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഓഫാക്കി വയ്ക്കുക. പിന്നെ സോളാർ കുക്കർ ഉപയോഗിക്കുക. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോളാർ കുക്കർ ഉപയോഗിക്കുക. കൂടുതൽ വെളിച്ചം സണ്ണി ഡേ ആകുമ്പം, അതായത് വെയിലുള്ള സമയത്ത് നമ്മൾ സോളാർ കുക്കർ ഉപയോഗിക്കുക. നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് ഡ്രസ്സ് ഉണക്കുന്നതിന് പകരം നമ്മൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഡ്രസ്സുകൾ ഉണക്കുക. അതാണ് മൂന്നാമത്തേത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കാറ്റുകളൊക്കെ ഉപയോഗിക്കുക. AC-യോ കൂളറോ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ സോഴ്സുകൾ ഉപയോഗിക്കുക. വിൻഡുകൾ, കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിടാം. പിന്നെ പ്രഷർ കുക്കർ ഉപയോഗിക്കുക കുക്കിങ്ങിന്, കാരണം അതിന് കുറച്ച് കുറച്ച് എനർജി മതി. ഇനി അടുത്തത്, നമ്മൾ കൂടുതൽ ബൈസിക്കിൾ, അതായത് നമ്മൾ സൈക്കിൾ ഉപയോഗിക്കുക. കാറും സ്കൂട്ടറിനൊക്കെ പകരം സൈക്കിൾ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മിനിമം വാട്ടർ ഉപയോഗിക്കുക. ഡൊമസ്റ്റിക് വീടുകളിലെ ആവശ്യത്തിന് വേണ്ടി മിനിമം വാട്ടർ ഉപയോഗിക്കുക. പിന്നെ പൈപ്പിലൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. പിന്നെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പേപ്പറും ഫ്യൂവൽ വുഡൊക്കെ കുറച്ച് ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക. പിന്നെ അതേപോലെ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. ഇനി അടുത്ത് 3R സർക്കിളാണ്. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. എങ്ങനെയാണ് നമുക്ക് 3R സൈക്കിൾ എനർജി കൺസേർവ് ചെയ്യുന്നതിന് ഉപകാരപ്രദമാവുമെന്ന് നോക്കാം. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. അതിനെന്തൊക്കെയാണെന്ന് നോക്കാം. Buy products in bulk, larger economic size products of own in concentrated form, use less packaging and usually cost less per words. അതായത് നമ്മൾ സാധനം എടുക്കുമ്പോൾ ഒരുമിച്ചെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പാക്കേജിങ്ങിൻ്റെ വേസ്റ്റേജൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എക്കണോമിക്കും ആവും, കാശിന് ലാഭം ഉണ്ടാവും. ഇനി രണ്ടാമത്തെ, അവോയ്ഡ് ഓവർ പാക്കേജ്ഡ് ഗോൾസ് എസ്പെഷ്യലി വൺസ് പാക്ക്ഡ് വിത്ത് സെവറൽ മെറ്റീരിയൽ സച്ച് ആസ് ഫോയിൽ, പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക്.
അതായത് നമ്മൾ കൂടുതലായിട്ട് ഫോയിലുകൾ, പേപ്പറുകൾ, പ്ലാസ്റ്റിക് അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ഡിസ്പോസിബിൾ ഗുഡ്സ് സച്ച് ആസ് പേപ്പർ പ്ലേറ്റ്, കപ്സ്, നാപ്കിൻ, റസോ, സൺലൈറ്റ്. അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ പ്ലേറ്റ്, കപ്പുകൾ, നാപ്കിനുകൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബൈ ഡ്യൂറബിൾ ഗുഡ്സ് വൺ ദാറ്റ് ആർ വെൽ ബിൽഡ് ഓർ ദാറ്റ് ക്യാരി ഗുഡ് വാറൻറ്റി. ദേ വിൽ ഗെറ്റ് ലാസ്റ്റ് ലോങ്ങർ, സേവ് മണി ഇൻ ലോങ് റൺ ആൻഡ് സെയിം ലാൻഡ് ഫിൽ സ്പേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, വാറൻറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അത് കൂടുതൽ കാലം ഈട് നിൽക്കും. അതാണ് അതിൻ്റെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മണി, കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത അറ്റ് വർക്ക് മേക്ക് 2-sided ഫോട്ടോ കോപ്പീസ് വെൻ അവർ പോസിബിൾ. നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പം രണ്ട് ഭാഗത്തും ഒരു പേപ്പറാണെങ്കിൽ അതിൻ്റെ A4 ഷീറ്റ് ആണെങ്കിൽ രണ്ട് ഭാഗത്തും കോപ്പി എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ അധികം ഒരു ഭാഗത്തല്ലേ കോപ്പി എടുക്കുക, ഷീറ്റിൻ്റെ രണ്ട് ഭാഗത്തും കോപ്പി എടുക്കുക. മെയിൻറ്റെയിൻ സെൻട്രൽ ഫ്ലൈസ് റാദർ ദാൻ യൂസിങ് സെവറൽ ഫ്ലൈസ് ഫോർ ഇൻഡിവിജ്വൽസ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ യൂസ് ഇലക്ട്രോണിക് മെയിൽ ഓർ മെയിൻ ബുള്ളറ്റിൻ ബോർഡ്സ്. നമ്മൾ ഇലക്ട്രോണിക് മെയിലുകൾ ഉപയോഗിക്കുക, മെയിൻ ബുള്ളറ്റിൻ ബോർഡുകളൊക്കെ ഉപയോഗിക്കുക. കത്തുകൾക്കൊക്കെ പകരം മെയിലുകളൊക്കെ ഉപയോഗിക്കുക. റിമൂവ് യുവർ നെയിം ഫ്രം ദ മെയിലിംഗ് ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ് നോ ലോങ്ങർ വാണ്ട് ടു റിസീവ്. യൂസ് എ ഡിഷ് ക്ലോത്ത് ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ ടവൽ. അതായത് നമ്മൾ പേപ്പർ ടവൽ ഉപയോഗിക്കുന്നതിന് പകരം ഡിഷ് ക്ലോത്തുകൾ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് റെഡ്യൂസിന്. റീയൂസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ സാധനങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാം. അതായത് നമ്മൾ എന്തൊക്കെയാണ്, യൂസ് എ കോഫി ക്യാൻ ടു പാക്ക് എ ലഞ്ച്, യൂസ് പ്ലാസ്റ്റിക് മൈക്രോവേവ് ഡിന്നർ ട്രേസ് ആസ് എ പിക്നിക് ഡിഷസ്. അപ്പം ഇതെന്താ പറയുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുക, അല്ലെ മൈക്രോവേവ് ഡിന്നർ ട്രേസുകളൊക്കെ ഉപയോഗിക്കാം. അതാണ് ആദ്യം പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് റാപ്പുകൾ ഉപയോഗിക്കുന്നതിന് പകരം റീസണബിൾ കണ്ടെയ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ സെറാമിക് കോഫി മഗ്, അതായത് സെറാമിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കോഫിയുടെ മഗ്ഗുകൾ ഉണ്ടാവുമല്ലോ, അതുപയോഗിക്കാം. പേപ്പർ കപ്പിന് പകരം നമ്മൾ ഈ സെറാമിക് കൊണ്ട് നിർമ്മിച്ച കോഫിയുടെ മഗ് ഉപയോഗിക്കാം. അത് നിങ്ങൾ കാണില്ലേ, നമ്മൾ കപ്പുകളാണത്. ഓക്കെ, സെറാമിക് കൊണ്ടുള്ള കപ്പുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ക്ലോത്ത് കൊണ്ടുള്ള ബാഗുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം ക്ലോത്ത് കൊണ്ടുള്ള ബാഗുകൾ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡു നോട്ട് ടേക്ക് ബാഗ് ഫ്രം ദ സ്റ്റോർ അൺലെസ് യു നീഡ് വൺ. അതായത് നമ്മൾ ഒരു ബാഗ് തന്നെ, നമ്മളിപ്പോൾ ഒരു ബാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാം. അതന്നെ. ഓക്കെ, ഇത്രയൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ പഴയ വസ്ത്രങ്ങൾ, അപ്ലയൻസ്, കളിപ്പാട്ടങ്ങൾ, ഫർണിച്ചറുകൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വിൽക്കുക, ഡൊണേറ്റ് ചെയ്യുക, ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിൽക്കുക. അതൊക്കെയാണ് അവരപ്പം അത് റിന്യൂ ചെയ്തെടുത്തോളും. ഇനി റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ റീസൈക്കിൾ ചെയ്തിട്ട് എടുക്കുക. നമ്മളിപ്പോൾ പഴയ സാധനത്തിന് ഒന്നുകൂടെ റീസൈക്കിൾ ചെയ്തെടുത്തിടുക. ബിഗിനിങ് റീസൈക്ലിംഗ് അറ്റ് ഹോം ആൻഡ് വർക്ക്. ബിഗിനിങ് എവിടുന്ന്, നമ്മൾ ഈ റീസൈക്ലിംഗ് തുടങ്ങുന്നത് വീടുകളിൽ നിന്നാണ്. നമ്മളെപ്പോഴും വാങ്ങുമ്പം റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വാങ്ങാം. അതിൽ റീസൈക്ലിംഗ് സിമ്പിൾസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മാനേജേഴ്സിനോടോ സെയിൽസ്മാനോടോ ചോദിക്കുക റീസൈക്ലിങ്ങിൻ്റെ. റീസൈക്ലിംഗ് സിമ്പിൾസ് മീൻസ് വൺ ഓഫ് ടു തിങ്സ്, either the product is made of recycled material or the item can recycled. അതായത് ആ പ്രൊഡക്റ്റിന് മുകളിൽ റീസൈക്ലിംഗ് സിമ്പിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ റീസൈക്ലിംഗ് സിമ്പിൾ ഉണ്ടാവും, പിന്നെ ഒരു നമ്പർ കോഡ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതിന് റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ചെക്ക് കളക്ഷൻ സെൻറ്റേഴ്സ് ആൻഡ് കർബ് സൈഡ് പിക്കപ്പ് സർവീസസ് ടു സീ ദ അക്സെപ്റ്റ് ദ ബിഗിനിങ് കളക്ടിങ് ദോസ് മെറ്റീരിയൽ. ഇറ്റ് ഇൻക്ലൂഡ് മെറ്റൽ ലാൻഡ്സ്, ന്യൂസ് പേപ്പർ പ്രൊഡക്റ്റ്, ഗ്ലാസ്, പ്ലാസ്റ്റിക് ആൻഡ് ഓയിൽ. അതായത് ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ, പിന്നെ അതേപോലെ തന്നെ മെറ്റൽ ലെൻസ്, ഗ്ലാസ്സുകൾ അതൊക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്തെടുത്ത് പുതിയതായിട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ റീസൈക്ലിംഗ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ നമ്മൾ വാങ്ങുക.
അതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.